എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ ടോപ്പിക്കുകളാണ്. ഈ ഒരു വീഡിയോ സീരീസ് രണ്ട് പാർട്ടായിട്ടാണ് ഉണ്ടാവുക. പാർട്ട് 1, പാർട്ട് 2. ഇത് ആദ്യത്തെ പാർട്ടാണ്. ഈ പാർട്ടിൽ നമ്മൾ 6 എസ്സേ ടോപ്പിക്കുകൾ ഓൾറെഡി പല മൊഡ്യൂളുകളിലായിട്ട് ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. എന്നാലും നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ 6 എസ്സേ ടോപ്പിക്കുകൾ ഒന്നുകൂടെ ഒരു ഫൈനൽ ലാപ്പ് എന്നോണം ഒരു റാപ്പിഡ് റിവിഷനായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ഒബ്ജക്ട്സ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം തന്നെ ഓഡിറ്റിംഗ് എന്താണെന്ന് എഴുതണം. ഒരുപാട് വീഡിയോസിലൂടെ പറഞ്ഞതുകൊണ്ട് ഓഡിറ്റിങ്ങിൻ്റെ മീനിങ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഓഡിറ്റിംഗ് ഈസ് ദി ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഫൈനാൻഷ്യൽ റെക്കോർഡ്സ് ടു എൻഷുവർ ആക്യുറസി ആൻഡ് റിലയബിലിറ്റി ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അങ്ങനെയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അറിയാലോ. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണത്? ഫിനാൻഷ്യൽ റെക്കോർഡ്സിൻ്റെ ആക്യുറസിയും റിലയബിലിറ്റിയും എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ഒബ്ജക്റ്റീവ്സും സെക്കൻഡറി ഒബ്ജക്റ്റീവ്സും. ഓർത്ത് വെക്കുക, ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിക്കുന്നത് എങ്കിൽ 2 ഒബ്ജക്റ്റീവാണുള്ളത്, പ്രൈമറിയും സെക്കൻഡറിയും. ക്ലിയർ ആയല്ലോ? പ്രൈമറി ഒബ്ജക്റ്റീവ് ഒരൊറ്റ ഒന്നേ ഉള്ളൂ. അതെന്താണ്? എൻഷുവർ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ടു എൻഷുവർ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ്സിലെ ഇടപാടുകളുടെ ന്യായവും ശരിയുമായിട്ടുള്ള ഒരു വ്യൂ ഉറപ്പുവരുത്തുക എന്നതാണ് ഓഡിറ്റിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്. പ്രൈമറി ഒബ്ജക്റ്റീവ് സെറ്റായില്ലേ? അപ്പം നമുക്കറിയാം ഓഡിറ്റിങ്ങിന് 2 ഒബ്ജക്റ്റീവാണുള്ളത്, പ്രൈമറി ഒബ്ജക്റ്റീവും അതുപോലെ തന്നെ സെക്കൻഡറി ഒബ്ജക്റ്റീവും. പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ടു എൻഷുവർ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ദെൻ സെക്കൻഡറി ഒബ്ജക്റ്റീവ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സും ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സും. ഇതാണ് ഓഡിറ്റിങ്ങിൻ്റെ സെക്കൻഡറി ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സബ്സിഡറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്, ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്തേ. ഓഡിറ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാൽ ആദ്യം നമ്മൾ ഓഡിറ്റിംഗ് എന്താണെന്ന് എഴുതണം. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഷുവർ അരിത്മാറ്റിക്കൽ ആക്യുറസി ആൻഡ് റിലയബിലിറ്റി ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. പ്രൈമറി ഒബ്ജക്റ്റീവും സെക്കൻഡറിയും. പ്രൈമറി ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. സെക്കൻഡറിയിൽ 2 എണ്ണമുണ്ട്, ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സും ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡും. അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം. ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ്. ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സ് പറയുമ്പോൾ നമ്മൾ എറർ എന്താണെന്ന് എഴുതണം. അക്കൗണ്ടിങ് എറർ എന്താണെന്ന്. എററിന് ഒരേ ഒരു മീനിങ്ങേ ഉള്ളൂ, മിസ്റ്റേക്ക്. എറർ എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് ആണ്. എറർ മീൻസ് മിസ്റ്റേക്ക് കമ്മിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്, പോസ്റ്റിംഗ് ആൻഡ് ബാലൻസിങ്. ഒരു ട്രാൻസാക്ഷൻ ബുക്കുകളിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കോ റെക്കോർഡ് ചെയ്യുമ്പോഴോ, അതല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുമ്പോഴോ, അതല്ലെങ്കിൽ ബാലൻസ് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന ആ ഒരു മിസ്റ്റേക്കിനെയാണ് എറർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പഠിച്ചു എന്താണ് എറർ എന്നുള്ളത്. എറർ മീൻസ് മിസ്റ്റേക്ക് കമ്മിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ്, പോസ്റ്റിംഗ് ആൻഡ് ബാലൻസിങ്. ഇപ്പം എറർ എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ, മിസ്റ്റേക്ക് ആണ്. എപ്പോഴൊക്കെയാണ് ആ മിസ്റ്റേക്ക് വരിക? ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴും പോസ്റ്റ് ചെയ്യുമ്പോഴും ബാലൻസിങ് ചെയ്യുമ്പോഴും. 4 രീതിയിലുള്ള എറേഴ്സ് ആണുള്ളത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, പ്രിൻസിപ്പൽ എറർ, കോമ്പൻസേറ്റിംഗ് എറർ. എറർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മിസ്റ്റേക്ക് അല്ലേ? മിസ്റ്റേക്ക് കമ്മിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിംഗ്, ബാലൻസിങ്, പോസ്റ്റിംഗ് ഓർ കാസ്റ്റിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. ദെൻ 4 എറർ അത് പഠിച്ചു വെക്കണം. എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ, പ്രിൻസിപ്പൽ എറർ, കോമ്പൻസേറ്റിംഗ് എറർ. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻസ്
എഴുതാൻ വിട്ടുപോകുന്നത്, അതായത് പൂർണ്ണമായോ ഭാഗികമായോ വിട്ടുപോകുന്നത്. ഹോളി ഓർ പാർട്ട്ലി. ഹോളി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫുള്ളി എന്ന് എഴുതിയാലും മതി. ഇനി പാർട്ട്ലി എന്ന് പറഞ്ഞാൽ ഭാഗികമായിട്ട്. ഒരു ട്രാൻസാക്ഷൻ, ബിസിനസ്സിൽ നടന്നിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ എഴുതാൻ വിട്ടുപോകുന്നതിനെയാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ എഴുതുമ്പോൾ, റെക്കോർഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് ടോട്ടൽ ചെയ്യുമ്പോഴോ മിസ്റ്റേക്ക് വരുന്നതിനെയാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്യുന്നത്, അതായത് ഏതൊരു അക്കൗണ്ടിങ് റെക്കോർഡ്സും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നതിൽ ലംഘനം നടത്തിയാൽ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വയലേറ്റ് ചെയ്തിട്ട് വരുന്ന എററാണ് പ്രിൻസിപ്പൽ എറർ. കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ കൗണ്ടർ സെറ്റാണ്, അതായത് ഒരു എറർ മറ്റൊരു എററിനാൽ ഓക്കെ ആവുന്നത് അല്ലെങ്കിൽ ശരിയാവുന്നതാണ് കോമ്പൻസേറ്റിംഗ് എറർ. അപ്പോൾ ഇതിൽ ഓരോ എററും 2 മാർക്കിനും ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് എറർ ഓഫ് ഒമിഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് എറർ ഓഫ് കമ്മീഷൻ എന്നൊക്കെ. അപ്പോൾ എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഹോളി ഓർ പാർട്ട്ലി ഒമിറ്റഡ് ടു റെക്കോർഡ് എ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ പൂർണ്ണമായോ ഭാഗികമായോ എഴുതാൻ വിട്ടുപോകുന്നതിനെയാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എറേഴ്സ് ഡ്യൂ ടു റോങ്ലി റെക്കോർഡിംഗ്, റോങ്ലി ബാലൻസിങ്, റോങ്ലി പോസ്റ്റിംഗ്. തെറ്റായിട്ട് റെക്കോർഡ് ചെയ്യുകയോ തെറ്റായിട്ട് ബാലൻസ് ചെയ്യുകയോ തെറ്റായിട്ട് പോസ്റ്റ് ചെയ്യുകയോ, അതായത് ഡെബിറ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് ആയി പോവുക, 1000 എന്ന് എഴുതേണ്ടത് 10,000, ഒരു 0 കൂടി 10,000 എന്ന് എഴുതി പോവുക. അത്തരത്തിൽ റോങ് ആയിട്ട് വരുന്ന എറേഴ്സിനെയാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. എറർ ഓഫ് പ്രിൻസിപ്പിൾ മീൻസ് എറേഴ്സ് ഡ്യൂ ടു വയലേഷൻ ഓഫ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്, അതായത് അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ വയലേഷൻ നടത്തിയിട്ട് വരുന്ന എററാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. ദെൻ കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറഞ്ഞാൽ എറർ വിച്ച് ഈസ് കൗണ്ടർ ബാലൻസ്ഡ് ബൈ അനദർ എറർ. ഒരു എറർ മറ്റൊരു എററിനാൽ കൗണ്ടർ ബാലൻസ് ചെയ്യപ്പെടുന്നതാണ് കോമ്പൻസേറ്റിംഗ് എറർ. ഇനി അടുത്ത സെക്കൻഡറി ഒബ്ജക്റ്റീവ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് എന്ന് വെച്ചാൽ, ഫ്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റൻഷണൽ മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ബൈ മാനേജ്മെൻറ്റ്, എംപ്ലോയീസ് ഓർ തേർഡ് പാർട്ടി. മനഃപൂർവ്വം. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ കള്ളത്തരമാണ്. എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്റ്റേക്ക് ആണ് അല്ലേ? എന്നാൽ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ മിസ്റെപ്രസെൻറ്റേഷൻ ആണ്. എന്ത് മിസ്റെപ്രസെൻറ്റേഷൻ ആണ്? ഇൻറ്റൻഷണൽ മിസ്റെപ്രസെൻറ്റേഷൻ. ഇൻറ്റൻഷണൽ മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമുള്ള തെറ്റ് അല്ലെങ്കിൽ കള്ളത്തരം. എന്തിനു വേണ്ടിയിട്ടാണ്? ആരാണ് അത് ചെയ്യുന്നത്? മാനേജ്മെൻറ്റോ എംപ്ലോയീസോ തേർഡ് പാർട്ടീസോ. ഏതൊക്കെ ടൈപ്പ് ഫ്രോഡാണുള്ളത്? എംബസൽമെൻറ്റ് ഓഫ് ക്യാഷ്, ക്യാഷിൽ ഫ്രോഡ് കാണിക്കുന്നതും, കമ്പ്യൂട്ടർ ഫ്രോഡ്, കമ്പ്യൂട്ടറിൽ ഫ്രോഡ് കാണിക്കുന്നതും. ഇത്രയുമാണ് എറേഴ്സ് എസ്സേ ചോദിച്ചാൽ എഴുതേണ്ടത്. ആദ്യം എന്താണ് ഓഡിറ്റിംഗ് എന്ന് എഴുതുക. ഓഡിറ്റിങ്ങിന് 2 എറേഴ്സ്, ഓഡിറ്റിങ്ങിന് 2 ഒബ്ജക്റ്റീവ് ആണുള്ളത്, പ്രൈമറിയും സെക്കൻഡറിയും. പ്രൈമറിയിൽ എൻഷുവർ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. സെക്കൻഡറിയിൽ എന്താ പറയുന്നത്? ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് എറേഴ്സും ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡും. എന്താണ് എറർ? മിസ്റ്റേക്ക് കമ്മിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിംഗ്, ബാലൻസിങ് ഓർ പോസ്റ്റിംഗ് ഓഫ് ട്രാൻസാക്ഷൻ അല്ലേ? 4 തരത്തിലുള്ള എറേഴ്സ് ഉണ്ട്. ഒമിഷൻ, കംപ്ലീറ്റ്ലി ഓർ പാർട്ട്ലി ഒമിറ്റഡ്. രണ്ടാമത്തത് എന്താണ്? അതാണ് കമ്മീഷൻ, റോങ്ലി ബാലൻസ് ചെയ്യുന്നത്, റോങ്ലി പോസ്റ്റ് ചെയ്യുന്നതൊക്കെ. ദെൻ മൂന്നാമത്തത് പ്രിൻസിപ്പൽ എററാണ്, വയലേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പൾ. നാലാമത്തത് കോമ്പൻസേറ്റിംഗ് എററാണ്, കൗണ്ടർ ബാലൻസ്ഡ് ബൈ അനദർ എറർ. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷണൽ മിസ്റെപ്രസെൻറ്റേഷൻ ആണ്. ആരുടെ? എംപ്ലോയീസിൻ്റെയോ മാനേജ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെയോ. എവിടെ? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനിൽ. 2 രീതിയിലുള്ള ഫ്രോഡാണ് ഉണ്ടാവുക. എംബസൽമെൻറ്റ് ഓഫ് ക്യാഷും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഫ്രോഡും. എംബസൽമെൻറ്റ് എന്ന് ഓർത്തില്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാഷ് എന്ന് കൊടുത്താലും മതി. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ ടോപ്പിക്കാണ്, നമ്മളും കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ആൻ ഓഡിറ്റർ. ഓഡിറ്ററുടെ റൈറ്റ്സും ഡ്യൂട്ടീസും ലാബിലിറ്റീസും. ഓഡിറ്ററുടെ റൈറ്റ്സും ഡ്യൂട്ടീസും ലാബിലിറ്റീസും പലപ്പോഴും റൈറ്റ് മാത്രം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് മാത്രം ചോദിക്കാറുണ്ട്, ലാബിലിറ്റി മാത്രം ചോദിക്കാറുണ്ട്. ഇതൊക്കെ ചോദിച്ചാൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കുക. പോയിന്റ് മതി, പോയിന്റ് വെച്ച് നിങ്ങൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഓഡിറ്റർ എന്താണെന്ന് ആദ്യം എഴുതണം. ഓഡിറ്ററുടെ മീനിങ് ഓർമ്മയില്ലെങ്കിൽ ഓഡിറ്റിംഗ് എന്താണെന്ന് എഴുതിയാലും മതി.
ഓഡിറ്ററും ഓഡിറ്റിങ്ങും എഴുതിയാൽ അത്രയും നല്ലത്. പേപ്പർ നോക്കുന്നവർക്ക് നല്ലൊരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും, കുട്ടിയെ പറ്റി നല്ലൊരു ധാരണ വരും, നല്ല മാർക്ക് കിട്ടും. ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ ഈസ് എ പേഴ്സൺ ഹു എക്സാമിൻ ആൻഡ് ചെക്ക് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആൻഡ് പ്രൊവൈഡ് ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയൻ അബൌട്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഓഡിറ്റർ ഈസ് എ പേഴ്സൺ, ഓഡിറ്റർ ഒരു വ്യക്തിയാണ്, ഹു എക്സാമിൻ ആൻഡ് ചെക്ക് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആൻഡ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് പരിശോധിക്കുന്നു, എന്നിട്ടൊരു ഇൻഡിപെൻഡൻറ്റ് ഒപ്പീനിയൻ പറയുന്ന ആളെയാണ് ഓഡിറ്റർ എന്ന് പറയുന്നത്. ഓഡിറ്ററുടെ റൈറ്റ്സ് ആൻഡ് പവേഴ്സ് എന്തൊക്കെയാണ്? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആക്സസ് ചെയ്യുക, വൗച്ചർ ആക്സസ് ചെയ്യുക, ബ്രാഞ്ചസ്, റൈറ്റ് ടു വിസിറ്റ് ബ്രാഞ്ചസ്, റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ, റൈറ്റ് ടു സൈൻ ഓഡിറ്റ് റിപ്പോർട്ട്, റൈറ്റ് ടു കറക്റ്റ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്, റൈറ്റ് ടു അറ്റൻഡ് ജനറൽ മീറ്റിംഗ്, റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ, റൈറ്റ് ടു ഒബ്റ്റെയിൻ എക്സ്പ്ലനേഷൻ, റൈറ്റ് ടു സീക്ക് ലീഗൽ അഡ്വൈസ്, റൈറ്റ് ടു സീക്ക് ടെക്നിക്കൽ അഡ്വൈസ്, റൈറ്റ് ടു ബി ഇൻഡംനിഫൈഡ്. അതായത് ഓഡിറ്റർക്ക് ഓഡിറ്റിംഗ് ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു റൈറ്റ്സ് അല്ലെങ്കിൽ പവേഴ്സ് ആണിത്. റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ ബുക്കുകളും ആക്സസ് ചെയ്യാനുള്ള, കയ്യിൽ കിട്ടാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ഓഡിറ്റർക്കുണ്ട്. ഓഡിറ്ററോട് ചെന്നാൽ മതി, ബുക്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആ കമ്പനി എല്ലാ ബുക്കും ഓഡിറ്ററുടെ മുമ്പാകെ ഹാജരാക്കണം. അപ്പോൾ ഓഡിറ്റർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, അധികാരമുണ്ട്? റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്. ചോദിക്കാനല്ല, ചോദിച്ചിട്ട് ഹാജരാക്കുകയും വേണ്ട, അവിടെ പോയി എടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഓഡിറ്റർക്കുണ്ട്. റൈറ്റ് ടു ആക്സസ് വൗച്ചേഴ്സ്. ബുക്സുകൾ മാത്രമല്ല, ആ കമ്പനിയിലെ എല്ലാ ഡോക്യുമെന്ററി എവിഡൻസുകളായ വൗച്ചേഴ്സും ആക്സസ് ചെയ്യാനുള്ള ആ ഒരു റൈറ്റ് ഓഡിറ്റർക്കുണ്ട്. അപ്പം നിങ്ങൾ ഇതിനൊക്കെ ഒരു 2 or 3 ലൈൻ എക്സ്പ്ലനേഷൻ എഴുതുക. വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് റൈറ്റ് ഓഫ് ആൻ ഓഡിറ്റർ, അങ്ങനെയല്ലേ നിങ്ങൾ എക്സ്പ്ലനേഷൻ എഴുതാറ്? പലപ്പോഴും ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുമ്പോൾ കാണാറുണ്ട്, പക്ഷേ അതൊന്നും കുഴപ്പമില്ല. എന്നാലും ഒരു ചെറിയ എക്സ്പ്ലനേഷൻ അവിടെ ഉണ്ടായാൽ മതി. ഓക്കെ, ഇപ്പോൾ റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ത് എഴുതിയാൽ മതി? വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് റൈറ്റ് ഓഫ് ആൻ ഓഡിറ്റർ ഈസ് റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് എ ക്ലയൻറ്റ്. കഴിഞ്ഞു. അപ്പോൾ വൗച്ചർ ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു വിസിറ്റ് ബ്രാഞ്ചസ്. ഒരു ഓഡിറ്റർക്ക് അവരുടെ ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ബ്രാഞ്ചസ് മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചിൽ പോകാനും അവിടുത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകളും വൗച്ചേഴ്സും എല്ലാം തന്നെ ആക്സസ് ചെയ്യാനുമുള്ള റൈറ്റ് ഓഡിറ്റർക്കുണ്ട്. ഓഡിറ്ററുടെ റൈറ്റ്സ് ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, അതായത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതാണ്. എന്നാലും ഒന്നും പഠിക്കാൻ പറ്റാത്തവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു 5 റൈറ്റ് എങ്കിലും പഠിച്ചു വെക്കുക. ആദ്യത്തെ 5 എണ്ണമൊക്കെ സിമ്പിളായിട്ട് ഞാൻ ടെക്സ്റ്റിൽ ഈ ഓർഡറിലല്ല ഉള്ളത്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ ഓർഡറിൽ കൊടുത്തതാണ്. ഇപ്പോൾ റൈറ്റ് ടു ആക്സസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അല്ലെങ്കിൽ റെക്കോർഡ്സ് എന്ന് മതി. റൈറ്റ് ടു ആക്സസ് റെക്കോർഡ്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട് ഓർമ്മയില്ലെങ്കിൽ റെക്കോർഡ് മതി, അല്ലെങ്കിൽ അക്കൗണ്ട്സ് മതി. റൈറ്റ് ടു ആക്സസ് അക്കൗണ്ട്സ്. അതുപോലെ റൈറ്റ് ടു ആക്സസ് വൗച്ചേഴ്സ്, റൈറ്റ് ടു വിസിറ്റ് ബ്രാഞ്ചസ്, റൈറ്റ് ടു റിസീവ് റെമ്യൂണറേഷൻ. അതായത് ഓഡിറ്ററുടെ റൈറ്റ് ആണ് ഓഡിറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ അതിനുള്ള റെമ്യൂണറേഷൻ കിട്ടുക എന്നുള്ളത്. റൈറ്റ് ടു സൈൻ ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിൽ സൈൻ ചെയ്യുക, ഒപ്പിടുക എന്ന് പറയുന്നത് ഓഡിറ്ററുടെ റൈറ്റ് ആണ്. ആ 5 എണ്ണമെങ്കിലും ഓർത്ത് വെക്കണേ. ഞാനിത് പറയുന്നത് ലാസ്റ്റ് മൊമെന്റിൽ കാണുന്നവരോടാണ്. അല്ലാത്തവർ പഠിച്ച് O ഗ്രേഡ് വാങ്ങിക്കൊള്ളണം. ഒരുപാട് വീഡിയോസ് നമ്മൾ ഓഡിറ്റിങ്ങിൻ്റെ അത് തന്നിട്ടുണ്ട്, കൃത്യം എല്ലാ സിലബസ് പ്രകാരം കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഓഡിറ്റിങ്ങിന് O ഗ്രേഡ് അല്ലെങ്കിൽ A+ വേണം. അപ്പോൾ അല്ലാത്തവർക്കാണ് അത്. നിങ്ങൾ റിസൾട്ട് വന്നാൽ, അതായത് ഈ മാസം ലാസ്റ്റ് വാല്യുവേഷൻ ഉണ്ട്, ഒരു മെയ് 10-നുള്ളിൽ നിങ്ങളുടെ റിസൾട്ടും വരും അല്ലേ? അപ്പോൾ റിസൾട്ട് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്നതിനേക്കാൾ നമ്പർ ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക കേട്ടോ. ഗ്രാജുവേറ്റ് ആയി എന്നുള്ളത്, ഇനി വരുന്ന റിസൾട്ട് നിങ്ങളുടെ ഗ്രാജുവേഷൻ ഡിസൈഡ് ചെയ്യുന്നതാണല്ലേ. എല്ലാ സെമ്മും പാസ്സായവരാണെങ്കിൽ 6th പാസ്സായാൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ആവും. ഓക്കെ, നമുക്ക് ടോപ്പിക്കിൽ നിന്നും പോകണ്ട. അപ്പോൾ അടുത്ത റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു കറക്റ്റ് റോങ് സ്റ്റേറ്റ്മെൻറ്റ്. തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള അധികാരം ഓഡിറ്റർക്കുണ്ട്. റൈറ്റ് ടു അറ്റൻഡ് ജനറൽ മീറ്റിംഗ്. ജനറൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള അധികാരവും. റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യാനുള്ള റൈറ്റും. റൈറ്റ് ടു ഒബ്റ്റെയിൻ എക്സ്പ്ലനേഷൻ. എന്തിനെങ്കിലും എക്സ്പ്ലനേഷൻ കേൾക്കാനുള്ള റൈറ്റും. റൈറ്റ് ടു സീക്ക് ലീഗൽ അഡ്വൈസ്. ലീഗൽ അഡ്വൈസ് കേൾക്കാനുള്ള റൈറ്റും ഒക്കെ ആർക്കുണ്ട്? ഓഡിറ്റർക്ക് ഉണ്ട്. അപ്പം ഒരു 6 എണ്ണെങ്കിലും സെറ്റായിട്ടില്ലേ? ഒന്ന് റൈറ്റ് ടു ആക്സസ് റെക്കോർഡ്സ്. ഞാൻ കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം വീഡിയോ ലെങ്ത് ആയി പോകും. 6 essay നമുക്ക് ഡിസ്കസ് ചെയ്യണമല്ലോ. ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? ഡ്യൂട്ടി ടു മേക്ക് എൻക്വയറി. എൻക്വയറി നടത്താനുള്ള ഡ്യൂട്ടി ഉണ്ട്. ഇൻസ്പെക്ടറെ അസിസ്റ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ട്. പബ്ലിക് പ്രോസിക്യൂട്ടറെ അസിസ്റ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ട്. ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ട്. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ടത് ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. ഓഡിറ്റ് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതും ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഒന്ന് എൻക്വയറി നടത്തണം,
ഇൻസ്പെക്ടറെ അസിസ്റ്റ് ചെയ്യണം, പ്രോസിക്യൂട്ടറെ അസിസ്റ്റ് ചെയ്യണം, ഫ്രോഡ് റിപ്പോർട്ട് ചെയ്യണം, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം, ഓഡിറ്റിംഗ് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ മെറ്റീരിയൽ വീക്ക്നെസ് പ്രൊവൈഡ് ചെയ്യണം, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, മാനേജ്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണം, ഓഡിറ്റ് ഫയൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതെല്ലാം തന്നെ ഓഡിറ്ററുടെ ഡ്യൂട്ടിയാണ്. ദെൻ ഓഡിറ്ററുടെ ലാബിലിറ്റീസ്. പലപ്പോഴും ഓഡിറ്ററുടെ ലാബിലിറ്റീസ് 5 മാർക്കിനും 10 മാർക്കിനും ലാബിലിറ്റീസ് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. ഓഡിറ്ററുടെ ലാബിലിറ്റീസിനെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. അത് ആദ്യം ഓർത്ത് വെക്കുക. ഓഡിറ്ററുടെ ലാബിലിറ്റീസ് സിവിൽ ലാബിലിറ്റി എന്നും ക്രിമിനൽ ലാബിലിറ്റി എന്നും കമ്പനീസ് ആക്ട് ലാബിലിറ്റി എന്നും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിവിൽ ലാബിലിറ്റി ഉണ്ട്, ക്രിമിനൽ ലാബിലിറ്റി ഉണ്ട്, കമ്പനീസ് ആക്ട് ലാബിലിറ്റിയും ഉണ്ട്. സിവിൽ ലാബിലിറ്റിയിൽ വരുന്നത് നെഗ്ലിജൻസിനും മിസ്ഫെസൻസിനും അതുപോലെ മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റിനും ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിനും ഉള്ളതാണ്. ക്രിമിനൽ ലാബിലിറ്റി ഫോൾസ് സർട്ടിഫിക്കേഷൻ, അക്സെപ്റ്റിംഗ് ബ്രൈബറി കൈക്കൂലി വാങ്ങുന്നതിനും കള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനും, ഫ്രോഡ് ഓഡിറ്റർ കള്ളത്തരം കാണിക്കുന്നതിനും, അതുപോലെ തന്നെ അക്സെപ്റ്റിംഗ് ബ്രൈബറി കൈക്കൂലി വാങ്ങുന്നതും ഫോൾസ് സർട്ടിഫിക്കറ്റ് തെറ്റായ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനുമൊക്കെ ക്രിമിനൽ ലാബിലിറ്റിയാണ്. ഓഡിറ്ററെ ക്രിമിനൽ കേസിലാണ് ക്രിമിനൽ കേസാണ് ഓഡിറ്റർക്കെതിരെ വരിക. സിവിൽ ലാബിലിറ്റി എന്തൊക്കെയാണ്? നെഗ്ലിജൻസും മിസ്ഫെസൻസും മിസ്ലീഡിംഗ് സ്റ്റേറ്റ്മെന്റും ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റുമാണ്. കമ്പനീസ് ആക്ട് പ്രകാരം വരുന്നത് മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ ദി പ്രോസ്പെക്ടസും അൺട്രൂ സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസും ഫെയിലിയർ ടു അസിസ്റ്റ് ഇൻവെസ്റ്റിഗേഷനും ഫെയിലിയർ ടു റിട്ടേൺ പ്രോപ്പർട്ടിയുമാണ്. നന്നായിട്ട് പഠിച്ചു വെക്കുക. ദെൻ 3-ാമത്തെ എസ്സേ ആണ് എക്സ്പ്ലെയിൻ ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ഫോർ ആൻ ഓഡിറ്റർ. ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസും ക്വാളിഫിക്കേഷനും. എനിക്ക് തോന്നുന്നു 2 വീഡിയോസിൽ നമ്മളിത് ചാപ്റ്റർ വൈസുള്ള റിവിഷനിലും അതുപോലെ എസ്സേ റിവിഷനിലും ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഈ 3-ാമത്തെ എസ്സേ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്ക്, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം നിങ്ങൾ എത്രത്തോളം ഓർമ്മയിലുണ്ട് എന്ന്. ഓഡിറ്റർ ആരാണെന്ന് എഴുതിയതിന് ശേഷം ഓഡിറ്ററുടെ ക്വാളിറ്റീസ് 3 എണ്ണമാണല്ലേ ഉള്ളത്. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും പ്രൊഫഷണൽ ക്വാളിറ്റീസും പേഴ്സണൽ ക്വാളിറ്റീസും. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്? ഓഡിറ്റർ CA ഡിഗ്രി പാസ്സായിരിക്കണം. ICAI നടത്തുന്ന CA ഡിഗ്രി ഓഡിറ്റർ പാസ്സായിരിക്കണം. പ്രൊഫഷണൽ ക്വാളിറ്റീസ് എന്താണ്? ഓഡിറ്റർക്ക് അക്കൗണ്ടൻസിയുടെ തിയറിയിലും അക്കൗണ്ടൻസിയുടെ പ്രാക്ടിക്കലിലും നോളജ് ഉണ്ടായിരിക്കണം, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നോളജ് ഉണ്ടായിരിക്കണം, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നോളജ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്ഷ്യൽ ലോ, വെൽത്ത് ടാക്സ്, ഇൻകം ടാക്സ്, ഓഡിറ്റ് ടെക്നിക്സ്, ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ്. ഇതിലെല്ലാം തന്നെ ഓഡിറ്റർക്ക് നോളജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതിനോ ഈ എസ്സേ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ തകർത്തെഴുതും. കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ വർഷം ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ വർഷവും ചോദിക്കട്ടെ. നിങ്ങൾക്ക് 10 മാർക്കും സ്കോർ ചെയ്യാം. ഇതിനൊക്കെ ചെറിയൊരു 2 ലൈൻ എക്സ്പ്ലനേഷനും കൊടുക്കുക. അതാണ് ഓഡിറ്ററുടെ പ്രൊഫഷണൽ ക്വാളിറ്റീസ്. ഓഡിറ്ററുടെ പേഴ്സണൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഹോണസ്റ്റി, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, സത്യസന്ധനായിരിക്കണം, ടാക്ട്ഫുൾ തന്ത്രശാലിയായിരിക്കണം, ഹാർഡ് വർക്ക് കഠിനാധ്വാനിയായിരിക്കണം, ഇംപാർഷ്യൽ ആരോടും പക്ഷഭേദം കാണിക്കുന്ന ആളായിരിക്കരുത്, കോഷ്യസ് ആൻഡ് വിജിലന്റ് അതായത് ജാഗരൂകനായിരിക്കണം, ഇൻക്വിസിറ്റീവ് അന്വേഷണാത്മകമായിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം, കറേജ് ആൻഡ് എബിലിറ്റി ധൈര്യമുണ്ടായിരിക്കണം, ഗുഡ് കമ്മ്യൂണിക്കേഷൻ നല്ല ആശയവിനിമയ ശേഷി ഉണ്ടായിരിക്കണം, കോമൺ സെൻസ് സബുദ്ധി ഉണ്ടായിരിക്കണം, മെത്തോഡിക്കൽ ആയിരിക്കണം, എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക് ആയിട്ട് സീക്വൻഷ്യൽ ആയിട്ട് ചെയ്യണം, എബിലിറ്റി ടു മെയിൻറ്റെയിൻ സീക്രട്സ് രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കാനുള്ള അല്ലെങ്കിൽ രഹസ്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം, എബിലിറ്റി ടു ട്രേസ് ഔട്ട് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് ഫാക്റ്റും ഫിഗേഴ്സും ട്രേസ് ഔട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. ഇനി 4-ാമത്തെ എസ്സേ ആണ് വാട്ട് ആർ ദി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്റേണൽ ചെക്ക്. ഇത് ഇങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് ഇന്റേണൽ ചെക്ക് എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്റേണൽ ചെക്ക് എന്താണെന്ന് എഴുതണം ആദ്യം. ഇന്റേണൽ ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്, കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്റേണൽ ചെക്കിൻ്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്? ഇറ്റ് ഷുഡ് ബി സിമ്പിൾ, ഇന്റേണൽ ചെക്ക് സിമ്പിൾ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി പ്രാക്ടിക്കൽ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി എക്കണോമിക്കൽ, ഇന്റേണൽ ചെക്ക് എക്കണോമിക്കൽ ആയിരിക്കണം. സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നതും അതുപോലെ ട്രെയിൻ ചെയ്യുന്നതും പ്രോപ്പർ ആയിരിക്കണം. വെൽ ഡിസൈൻഡ് ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഉണ്ടായിരിക്കണം. ഡിവിഷൻ ഓഫ് വർക്ക് സ്റ്റാഫിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചായിരിക്കണം. വർക്കിൻ്റെ ഓവർലാപ്പിംഗ് ഉണ്ടാവരുത്. വർക്കിൽ എംപ്ലോയീസിനെ റെഗുലറായിട്ട് റൊട്ടേറ്റ് ചെയ്യണം. വർക്കിൻ്റെ ഓട്ടോമാറ്റിക് ചെക്കിംഗ് ഉണ്ടായിരിക്കണം. ഡോക്യുമെൻറ്റ്സ് പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യണം.
ഡോക്യുമെൻ്റ് പ്രോപ്പറായിട്ട് സ്റ്റോറേജ് ചെയ്യണം, പെർപെച്വൽ ഇൻവെൻ്ററി സിസ്റ്റം അല്ലെങ്കിൽ കൺട്രോൾ, റെഗുലർ സ്റ്റോക്ക് ടേക്കിങ്ങും വെരിഫിക്കേഷനും ഉണ്ടായിരിക്കണം, ബഡ്ജറ്ററി കൺട്രോളും റിവ്യൂവും നടത്തണം, അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് വെരിഫിക്കേഷൻ നടത്തണം, സേവിംഗ് ഡിവൈസസ് ലേബർ യൂസ് ചെയ്യണം, എക്സസീവ് ട്രസ്റ്റ് ഈ എംപ്ലോയീസ് നോ, അതായത് എംപ്ലോയീസിനെ അമിതമായി വിശ്വസിക്കരുത്, ബാങ്ക് റെഗുലർ റീകൺസിലേഷൻ നടത്തണം. ഇനി നമ്മുടെ 5ാമത്തെ എസ്സേ ആണ് എക്സ്പ്ലെയിൻ പ്രിലിമിനറി സ്റ്റെപ്സ് എൻ ഓഡിറ്റർ ഷുഡ് ടേക്ക് ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് എ ന്യൂ ഓഡിറ്റ്. ഒരു പുതിയ ഓഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓഡിറ്റർ എടുക്കേണ്ട സ്റ്റെപ്പുകൾ എന്തെല്ലാമാണ്? ഇതും പലപ്പോഴും ചോദിക്കുന്ന എസ്സേ ആണ്. ഓഡിറ്റ് പ്ലാനിങ്, ഓഡിറ്റിംഗ്, ഓഡിറ്റർ, ഇതിൻ്റെയൊക്കെ മീനിങ് ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതുക. എന്തൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പ്? ലെറ്റർ ഓഫ് അപ്പോയിൻമെൻറ്റ്, ഓഡിറ്ററെ അപ്പോയിൻമെൻറ്റ് ചെയ്തുകൊണ്ടൊരു ലെറ്റർ കൊടുക്കുക. ലെറ്റർ ഓഫ് എൻഗേജ്മെൻ്റ് ഉണ്ട്. പിന്നെ സ്റ്റഡി നാച്ചർ, സ്കോപ്പ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റ്, ഓഡിറ്റിൻ്റെ നാച്ചറും സ്കോപ്പും ഡ്യൂട്ടീസും പഠിക്കുക. അക്വയർ നോളജ് അബൌട്ട് ബിസിനസ്, ബിസിനസ്സിനെ കുറിച്ചുള്ള ചെറിയൊരു നോളജ് ഓഡിറ്റർ ഉണ്ടാക്കിയെടുക്കുക. വെരിഫിക്കേഷൻ ഓഫ് ലെഡ്ജർ ഡോക്യുമെൻറ്റ്സ്, എല്ലാ ലെഡ്ജറും ഡോക്യുമെൻറ്റ്സും വെരിഫൈ ചെയ്യുക. ക്ലയൻറ്റിൻ്റെ ലിസ്റ്റ് ഒബ്റ്റെയിൻ ചെയ്യുക. പ്രീവിയസ്ലി ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റ് ഒന്ന് റിവ്യൂ ചെയ്യുക. ആ സ്ഥാപനത്തിലെ അക്കൗണ്ടിംഗ് സിസ്റ്റം എക്സാമിൻ ചെയ്യുക. ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എക്സാമിൻ ചെയ്യുക. ഓരോ മെമ്പേഴ്സിൻ്റെയും ഡ്യൂട്ടി അസൈൻ ചെയ്യുക. പ്രിൻസിപ്പൽ ഒഫീഷ്യൽസിൻ്റെ ലിസ്റ്റ് വാങ്ങിക്കുക. ക്ലയൻറ്റിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുക. കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടെങ്കിൽ അതിൻ്റെ ഓഡിറ്റ് സെറ്റ് ചെയ്യുക. ഓഡിറ്റ് വർക്ക് ഓരോ ഓഡിറ്റ് ക്ലർക്കിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. ആ ഓഡിറ്റ് റിപ്പോർട്ട് ക്ലയൻറ്റിന് സബ്മിറ്റ് ചെയ്യുക. ദെൻ 6ാമത്തെ എസ്സേ ആണ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓഡിറ്റ്. ഏതെല്ലാമാണ് ഓഡിറ്റിങ്ങിൻ്റെ ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ഓഡിറ്റിംഗ് എന്താണെന്ന് എഴുതിയതിന് ശേഷം 10 മാർക്കിനാണെങ്കിൽ ഒരു 10 ടൈപ്പെങ്കിലും ഓർത്ത് വെക്കുക. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, പ്രൈവറ്റ് ഓഡിറ്റ്, ഗവൺമെൻറ് ഓഡിറ്റ്, ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ്, ഇൻറ്റേർണൽ ഓഡിറ്റ്, കണ്ടിന്യൂസ് ഓഡിറ്റ്, ഫൈനൽ ഓഡിറ്റ്, ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്, പാർഷ്യൽ ഓഡിറ്റ്, സ്റ്റാൻഡേർഡ് ഓഡിറ്റ്, മാനേജ്മെൻറ്റ് ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്, ക്യാഷ് ഓഡിറ്റ്, എഫിഷ്യൻസി ഓഡിറ്റ്, പെർഫോമൻസ് ഓഡിറ്റ്, ഡീറ്റെയിൽഡ് ഓഡിറ്റ്, ഇൻഫ്ലേഷൻ ഓഡിറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ് ആൻഡ് സോഷ്യൽ ഓഡിറ്റ്. ഇപ്പോൾ ഈ ടൈപ്പ് എഴുതിയാൽ തന്നെ ഒരു 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം ഓരോന്നും 1 ലൈൻ എക്സ്പ്ലനേഷൻ ചെയ്യുക. ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. ഈ 5 എസ്സേ ടോപ്പിക്കും ഒന്ന് റിവിഷൻ എടുത്തതാണ് നമ്മളിപ്പോൾ. ഇത് നല്ല രീതിയിലൊന്ന് മനസ്സിൽ 2-3 തവണ പറഞ്ഞു നോക്കുക, ഒരു പേപ്പറിൽ എഴുതി നോക്കുക. ദെൻ നമുക്ക് നാളത്തെ എക്സാം സെറ്റായിരിക്കും. ഈ ഒരു 5 എസ്സേയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു 6 എസ്സേയിൽ നിന്ന് തന്നെ ഒരു എസ്സേ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എല്ലാം നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് കൃത്യമായി പഠിക്കുക. താങ്ക് യു.